നമ്മൾ വയനാട്ടിലേക്ക് ഒന്ന് പോയാലോ? അതെ, ദേശീയപാതയിൽ കാട്ടുപോത്തിറങ്ങി വൈത്തിരി ലക്കിടിയിലാണ്. ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച കാട്ടുപോത്ത് വനമേഖലയിലേക്ക് തിരികെ പോയി. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വിവരങ്ങളുമായി. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ കാട്ടുപോത്താണ്, ഓരോ ദിവസവും ഓരോന്നാണ്. വയനാട്ടുകാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. ഈ കാട്ടുപോത്ത് ഉപദ്രവകാരിയാണോ? എന്താണ് അടുത്ത പരിപാടി? ക്രിസ്റ്റീന, അർദ്ധരാത്രിയാണ് കാട്ടുപോത്ത് ദേശീയപാതയിൽ ഇറങ്ങിയത്. അത് വൈത്തിരി മേഖലയിലാണ്. വൈത്തിരിക്കപ്പുറം ലക്കിടി ഹണി മ്യൂസിയം ഒക്കെ ഉണ്ട്. അതിന്റെ പരിസരത്തായിട്ടാണ് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതായത് ആ പ്രദേശത്തുകൂടി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ പ്രദേശം ഒരു ഭാഗം വനമാണ്. വനമേഖലയിൽ നിന്ന് സ്ഥിരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഒരു രീതിയുണ്ട്. നേരത്തെ അതിന് അടുത്തുള്ള പ്രദേശത്ത് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ദേശീയപാതയുടെ ഏതാണ്ട് അകലെയായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നേരത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കാട്ടുപോത്ത് കൂടി ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരിസരത്ത് തന്നെ നേരത്തെയും കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. ആ കാട്ടുപോത്ത് തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അർദ്ധരാത്രിയാണ് ഇത് ഇറങ്ങിയത്. പക്ഷേ ദേശീയപാതയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ കാട്ടുപോത്ത് ഉണ്ടാക്കിയിട്ടില്ല. അതിങ്ങനെ കറങ്ങി നടന്ന് അതിനുശേഷം അത് കാട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഒരു തരത്തിൽ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്തായാലും വനമേഖല, തോട്ടമേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ പരിസരത്തു നിന്നുമാണ് ഇങ്ങനെ കാട്ടുപോത്തുകൾ ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ പ്രശ്നമൊന്നുമില്ല, തിരികെ കയറിപ്പോയി എന്നാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.